നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയും 20-അംഗ സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തും. മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷ്ടിച്ച പ്രതികളെ പിടികൂടി. ജനവാസ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗ ശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരന്തരപ്പള്ളി വിമല ഹൃദയ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച ശ്രീ CP പോളിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ചാലക്കുടി വ്യാപാര ഭവനിൽ അനുശോചന യോഗം നടത്തി. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സെന്ററിൽ ജനകീയ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയും 20-അംഗ സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തും. കുങ്കിയാനകളെ ഉപയോഗിച്ച് പരിക്കേറ്റ ആനയെ പിടികൂടിയ ശേഷമാകും ചികിത്സ ആരംഭിക്കുക. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗത്താണ് മസ്തകത്തിൽ പരിക്കേറ്റ് വ്രണമായ നിലയിൽ കൊമ്പനാനയെ കണ്ടെത്തുന്നത്. ആനയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു. മുറിവിൽ നിന്നും പഴുപ്പ് ഒഴുകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സഹിതമായിരുന്നു വാർത്തകൾ. ഇതോടെ ആനയെ ചികിത്സിക്കാൻ വനം വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയ്ക്ക് ചികിത്സാ ചുമതലകൾ നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അരുണും 20-അംഗ സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തുന്നത്. ആനയെ പിടികൂടുന്നതിനായി വിക്രം, സുരേന്ദ്രൻ എന്നീ കുങ്കി ആനകളെയും നാളെ അതിരപ്പള്ളിയിൽ എത്തിക്കും. ആനയെ മയക്കുവെടിവെച്ച് കുങ്കി ആനകളുടെ സഹായത്തോടെ പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം. ചികിത്സ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വെറ്റിനറി ഡോക്ടർമാരായ ഡേവിഡ്, ബിനോയ്, മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാലടി 2-ാം ബ്ലോക്ക് പ്ലാന്റേഷൻ പ്രദേശത്ത് ഉള്ള ആനയെ നിരീക്ഷിച്ചു വരികയാണ്. തൃശൂർ, എറണാകുളം ജില്ലാ അതിർത്തി പ്രദേശമായതിനാൽ വാഴച്ചാൽ, ചാലക്കുടി, മലയാറ്റൂർ DFOമാരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷ്ടിച്ച പ്രതികളെ പിടികൂടി. നാരായണമംഗലം പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇൻഡസ് ടവേഴ്സ് കമ്പനിയുടെ മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷണം നടത്തിയ കേസിലെ പ്രതികളായ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ റാഷിദ് മോണ്ടൽ, മുഹമ്മദ് ഷൈദ് എന്നിവരാണ് അറസ്റ്റിലായത്. കേബിളുകൾ മോഷണം പോയതിനു ശേഷം സമീപ പ്രദേശങ്ങളിലെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മോഷണ വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച പെട്ടി ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂർ SHO BK അരുൺ, SI സാലിം, ഗ്രേഡ് SI ബാബു, പോലീസ് ഉദ്യോഗസ്ഥരായ ഗോപേഷ്, ഷിജിൻ നാഥ്, ഷമീർ, വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ജനവാസ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗ ശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മുരിക്കുങ്ങൽ സെന്ററിൽ നടന്ന പ്രതിഷേധം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, K ഗോപാലകൃഷ്ണൻ, നേതാക്കളായ EM ഉമ്മർ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഫൈസൽ ഇബ്രാഹിം CH, സാദത്ത്, ഹനീഫ കേളംപടിക്കൽ, ബാബു തച്ചിലേട്ട്, ജോർജ് കൂനാമ്പുറം, ബേബി കണ്ണമ്പടത്തി, തോമസ് കാവുങ്ങൽ, ലിനോ മൈക്കിൾ, തങ്കമണി മോഹനൻ, തങ്കച്ചൻ എടത്തിനാൽ എന്നിവർ സംസാരിച്ചു.
വരന്തരപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 4 മുതൽ 4:45 വരെ കരയോഗങ്ങളുടെ പൂരം വരവും തുടർന്ന് 7 വരെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശീവേലിയും നടക്കും. രാത്രിയിൽ മഹാഗുരുതി, പൂരം വരവ്, കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ ഹരിത ആയുർവേദ കമ്പനിയുടെ ആറാട്ടുകുളത്തിൽ ആറാട്ട് നടക്കും. തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, കൊടിയിറക്കൽ എന്നിവ നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് 5:30 യുവജന സമിതിയും പാലക്കൽ ക്ഷേത്രയോഗവും സംയുക്തമായി താലിവരവ് നടത്തും. തെക്കുമുറി ഐക്കരക്കുന്ന് മണലിക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളത്തിന്റെയും കലാരൂപങ്ങളുടെയും അകമ്പടിയിൽ ക്ഷേത്രത്തിൽ താലിവരവ് എത്തിച്ചേരും. തുടർന്ന് ചെറുമഠത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ അനിൽ തൂമ്പായി, സുബ്രൻ ഇടശ്ശേരി, മോഹൻദാസ് മുളയ്ക്കൽ, ശ്രീദേവ് കാഞ്ഞിരക്കാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വരന്തരപ്പിള്ളി വിമല ഹൃദയ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 6 നടക്കുന്ന തിരുനാൾ കൊടിയേറ്റ് ചടങ്ങിന് ഫാദർ ഡേവി കാവുങ്ങൽ കാർമ്മികനാകും. ശനിയാഴ്ച രാവിലെ കൂടുതുറക്കൽ ചടങ്ങ് നടക്കും. രാത്രിയിൽ അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേരും. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസ് കേളംപറമ്പിൽ സന്ദേശം നൽകും. ഫാദർ പ്രവീൺ പുത്തൻചിറക്കാരൻ സഹകാർമ്മികനാകും. തിങ്കളാഴ്ച വൈകിട്ട് 7 മെഗാ ഫ്യൂഷൻ ഷോ നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജിയോ ആലനോലിക്കൽ, കൈക്കാരൻ ജോഫി അരങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഷൈജു പട്ടിക്കാട്ടുകാരൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ഡേവിസ് അക്കര എന്നിവർ പങ്കെടുത്തു. ഇന്നലെ അന്തരിച്ച ശ്രീ CP പോളിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ചാലക്കുടി വ്യാപാര ഭവനിൽ അനുശോചന യോഗം നടത്തി. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവും മെർച്ചന്റ്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും ചാലക്കുടിയിലെ വ്യാപാര വ്യവസായ മേഖലയിലെ വളർച്ചയ്ക്ക് നിതാന്തമായ വ്യക്തിത്വവുമായിരുന്നു അന്തരിച്ച ശ്രീ CP പോൾ. അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ CP പോളിനെ സ്മരിച്ച് സംസാരിച്ചു. തുടർന്ന് US അജയ്കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സെയിന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ഷാജു ചിറയത്ത്, CP പോളിന്റെ മക്കളായ രഞ്ജിത്ത് പോൾ, രാജീവ് പോൾ, ലയൺസ് ക്ലബ് പ്രതിനിധി ശ്രീ സാജു പാത്താടൻ, കുമാരേട്ടൻ, അഡ്വക്കേറ്റ് സജി റാഫേൽ, ജയതിലകൻ, സിദ്ദിഖ് മാസ്റ്റർ, ഭവിത പ്രതാപ്, സ്റ്റാഫ് പ്രതിനിധി ഗബ്രിയേൽ കിഴക്കൂടൻ, VO പൈലപ്പൻ, ജെയിംസ് മൊയലാൻ എന്നിവർ CP പോളിന് അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ DYFI ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സെന്ററിൽ ജനകീയ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ജാഗ്രതാ സദസ്സ് AKGCT ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ആൽബർട്ട് ആന്റണി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ് ക്ലാസ് എടുത്ത് സംസാരിച്ചു. DYFI ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് നിതിൻ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും CITU ഏരിയ സെക്രട്ടറിയുമായ EA ജയതിലകൻ അഭിവാദ്യം ചെയ്തു. DYFI ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KB ഷബീർ സ്വാഗതവും കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആൽബിന നന്ദിയും പറഞ്ഞു. SFI ചാലക്കുടി ഏരിയ പ്രസിഡന്റ് സാംസൺ ആന്റണി, DYFI ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി VJ വില്യംസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ജാഗ്രതാ സദസ്സിൽ വെച്ച് ജാഗ്രതാ സമിതി രൂപീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയും 20 അംഗ സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തും. മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷ്ടിച്ച പ്രതികളെ പിടികൂടി.
ജനവാസ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗ ശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വരന്തരപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരന്തരപ്പിള്ളി വിമല ഹൃദയ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച ശ്രീ CP പോളിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ചാലക്കുടി വ്യാപാര ഭവനിൽ അനുശോചന യോഗം നടത്തി. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സെന്ററിൽ ജനകീയ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.